നമസ്കാരം. നമസ്കാരം. അത് കേരളത്തിൽ ഇപ്പോൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെള്ളാപ്പള്ളിയും അതേപോലെ സുകുമാരൻ നായരും പരസ്യമായി തന്നെ രംഗത്ത് വരികയും വി ഡി സതീശനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ വി ഡി സതീശനെതിരെ ആഞ്ഞടിച്ചതിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സജി ചെറിയാൻ വലിയ തോതിലുള്ള മതവിദ്വേഷ പ്രചരണം നടത്തുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പരാതി കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെയൊക്കെ ഉദ്ദേശം? എന്താണ് എൻ്റെ ഉദ്ദേശം? അപ്പോൾ ഞാനത് പിണറായി വിജയനെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, അതിൻ്റെ പുറകിൽ ബി ജെ പി കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ധരിക്കുന്നത്. കാരണം ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കണമെങ്കിൽ ഹിന്ദു വിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ വേണം. ഹിന്ദു വിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ ഈഴവരാണ് മെയിൻ സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടികൾ. ഈഴവരിലെ ഒരു 80% ഇപ്പോഴും ഇടതുപക്ഷത്തൊപ്പം നിൽക്കുകയാണ്. അത് തകർത്ത് കൊണ്ടുവന്നെങ്കിൽ മാത്രം ഇടതുപക്ഷത്തു നിന്ന് ഇവരെ കൊണ്ടുവരണം. അതിനാദ്യം സുകുമാരൻ നായരെയും യോജിച്ച് കഴിയുമ്പോൾ ആ അലയൻസിനോട് യോജിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ സാധാരണ പ്രവർത്തകർക്ക് കഴിയാതെ വരും. കാരണം ഒരു നായർ വിരോധം ഒരു ഈഴവ മനസ്സിൽ അല്ലെങ്കിൽ തിരിച്ചുമുണ്ട്, രണ്ടു കൂട്ടർക്കുണ്ട്. ഈ വിരോധം പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരികയും അത് ബി ജെ പിക്ക് അനുകൂലമായി വരുമെന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതിനാണ് പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നത്. അല്ലാണ്ട് പിണറായി വിജയൻ വീട്ടിൽ നിന്നിപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നാ വന്നാലും ഇവർ വന്നാലും ജയിക്കുകയില്ലെന്ന് നമ്മളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ് പറഞ്ഞു പിണറായി വിജയൻ. തോൽവിയെക്കുറിച്ച് മറ്റാരെയും അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണ്ട, പിന്നെ ഭാഗ്യത്തിന് ജയിച്ചെങ്കിലേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ആ സ്റ്റൈലിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ എൻ എസ് എസിനെ ഇപ്പോൾ എൻ എസ് എസിൻ്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കി. എൻ എസ് എസ് എങ്ങനെ രൂപപ്പെട്ട് ശക്തിപ്പെട്ടു വന്നത്? വിമോചന സമരകാലത്ത് ക്രിസ്ത്യൻ, നായർ, മുസ്ലിം കോമ്പിനേഷൻ ആണ് വിമോചന സമരത്തെ സ്പീർ ഹെഡ് ചെയ്തത്. ആ സമരത്തിൻ്റെ മുമ്പിൽ മുന്നണിയിലുണ്ടായിരുന്ന മന്നത്ത് ഉൾപ്പനാണ് എൻ എസ് എസിൻ്റെ സ്ഥാപകനുണ്ടായിരുന്നത്. സുകുമാരൻ നായർ ഇപ്പം ചെയ്യുന്നത് എന്താ? ആരെയാ തള്ളിപ്പറയുന്നത്? മന്നത്തിനെ തന്നെ തള്ളിപ്പറയാണ്. അത് ആ ഉളുപ്പില്ലായ്മ സുകുമാരൻ നായർക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ്? അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് മലപ്പുറത്ത് പോയിട്ട് മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തെളിക്കാൻ വേണ്ടിയിട്ട് പ്രസ്താവന ഇറക്കിയ ആളാണ്. അവിടെ ഹിന്ദുക്കൾക്ക് യാതൊരു സ്ഥാനവും കിട്ടുന്നില്ല, അവിടെ സ്കൂൾ കിട്ടുന്നില്ല, എല്ലാം മുസ്ലിങ്ങൾ കൊണ്ടുപോവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഭരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവിടെ പ്രസ്താവന പുറപ്പെടുവിച്ചത്. അന്ന് മുതൽ വെൽ കാൽക്കുലേറ്റ് ആയിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന, വർഗീയ വിദ്വേഷം പരത്തുന്ന സമുദായ കലാപം ഉണ്ടാക്കുന്ന രൂപത്തിൽ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് വെള്ളാപ്പള്ളി. മുമ്പ് ഈ വെള്ളാപ്പള്ളിയെക്കുറിച്ച് പിണറായി വിജയൻ പറയുന്നത് കേരളത്തിലെ തൊഗാഡിയ എന്നുള്ളതാണ്. കേരളത്തിലെ തൊഗാഡിയ, വർഗീയ വിഷം തുപ്പുന്ന പറഞ്ഞല്ല, ഇപ്പോഴും അത് തന്നെയാണ് കേട്ടോ എന്ന് പറഞ്ഞ ആള്. പിന്നെ മാത്രമല്ല, ഈ വി എസ് അച്യുതാനന്ദൻ ഈ വെള്ളാപ്പള്ളിക്കെതിരെ ഈ മൈക്രോ ഫിനാൻസുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പുകൾ നടത്തിയപ്പോൾ അതിനെതിരെ കേസ് കൊടുത്ത ആളാണ്. പിന്നെ പിണറായി വിജയനാണ് അതൊക്കെ ഒതുക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളാപ്പള്ളി എന്നും രണ്ട് തോണിയിൽ കാല് വെക്കുന്ന ആളാണ്. ഒന്ന്, കേന്ദ്രത്തിനെ പിടിക്കാൻ വേണ്ടി മകനെ ഇറക്കി PDS ഉണ്ടാക്കി. ഇപ്പുറത്ത് പിണറായി ആയിട്ട് ധാരണ ഉണ്ടാക്കി, ഇവിടുത്തെ കേസുകൾ ഒതുക്കാൻ വേണ്ടി പിണറായി ആയിട്ടും ധാരണയാക്കി. അങ്ങനെ രണ്ട് ഇതിലും കാല് വെച്ചുകൊണ്ട്, രണ്ട് തോണി കാല് വെച്ചുകൊണ്ട് സുഗമമായിട്ട് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഈ നമ്മുടെ നായർ സമുദായത്തിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന സുകുമാരൻ നായർ സ്വന്തം മരുമകൻ്റെ ഒരു ബാങ്കിൽ കൊടുത്ത വ്യാജരേഖ തട്ടിപ്പ് കേസിൽ പിണറായി വിജയനടുത്ത് കേസ് വന്നപ്പോൾ അത് പിണറായി വിജയൻ്റെ കാല് പിടിച്ച് കാല് നക്കി കേസ് ഒതുക്കിയ ഒരാളാണ്. ഇപ്പം ഈ ശബരിമല ഇഷ്യൂ വന്നിട്ട് പോലും മിണ്ടുന്നില്ല ആര്? ഈ പറയുന്ന രണ്ടുപേരും മിണ്ടുന്നില്ല. ഇപ്പം അതൊന്നല്ല വിഷയം. അതിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വി ഡി സതീശനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചത്. ഇതെന്തെങ്കിലും വി ഡി സതീശന് നാളത്തെ ഈ ദോഷം ചെയ്യുമോ? വി ഡി സതീശന് എൻ്റെ ഗ്രാഫ് ഇപ്പോൾ നമ്മൾ കരുണാകരൻ, ആൻ്റണി വരെയൊക്കെ നമ്മൾ ഉമ്മൻചാണ്ടി ആ രീതിയിൽ നമ്മൾ ലീഡർഷിപ്പ് കണ്ടിട്ടില്ല. ഒരു പൊതു സമ്മതനുള്ള ഇതേ ഉള്ളൂ. കരുണാകരൻ്റെയും ആൻ്റണിയുടെ ആ സ്റ്റേച്ചറിലേക്ക് ഗ്രാജുവലായിട്ട് ആരും അറിയാതെ ഇടവഴിയിൽ കൂടെ നേരെ തന്നെയാണ് സതീശൻ നടന്ന് മുന്നോട്ട് പോവുകയാണ്. അല്ല, ഇവർ രണ്ടുപേരും കൂടെ സതീശനെ മുഖ്യമന്ത്രിയാക്കും. ഈ കേരളത്തിലെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത വിധത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു നേതാവായി, എല്ലാവരും അംഗീകരിക്കുന്ന നേതാവായി വി ഡി സതീശനെ ഉള്ളൂ എന്നുള്ള നിലയിലേക്കാണ് ഈ സത്യത്തിൽ സുകുമാരൻ നായരും അതേപോലെ വെള്ളാപ്പള്ളിയും കൊണ്ടാക്കുന്നത് എന്ന് വേണം ചിന്തിക്കാൻ പറ്റും. സതീശൻ ആഡ് ചെയ്യുന്ന സ്ട്രെങ്ത് എവിടെ നിന്നെന്ന് പറഞ്ഞാൽ, നമ്മൾ അവതരിപ്പിക്കുന്ന വോട്ടിംഗ് പാറ്റേണിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പും പിന്നീട് നടന്ന 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും തമ്മിൽ വോട്ടിലുള്ള വ്യത്യാസം ഒരു 10%. സാറ് നമ്മളെ കണക്ക് പോലെ 10% വോട്ട് അന്ന് 2021 കുറഞ്ഞു, ഇടതുപക്ഷത്തിന് കുറഞ്ഞു. ആ വോട്ടെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തെ പുരോഗമനമായ നിഷ്പക്ഷമായി കമ്മിറ്റഡ് മാർക്സിസ്റ്റ് അല്ലാതെ ഇടതുപക്ഷത്തിൻ്റെ നയങ്ങളെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരുന്നു. ആ വോട്ട് കോൺഗ്രസ്സിന് ചെയ്യാൻ മടിയില്ല എന്ന് വന്നു കഴിഞ്ഞു.
കോൺഗ്രസിന് അത് ചെയ്യാൻ മടിയില്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു. അപ്പോൾ ആ ട്രെൻഡ് നിലനിൽക്കുന്നിടത്തോളം കാലം സതീശൻ്റെ കിട്ടാൻ പോകുന്ന എക്സ്ട്രാ വോട്ട് ഒരിക്കലും അടുത്ത പക്ഷേ അസംബ്ലിയിൽ കിട്ടിയായിരുന്ന വോട്ട് ഇപ്പോൾ പാർലമെൻറ്റിൽ കിട്ടിയതുപോലെ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന് കിട്ടാൻ പോകും. ഞാൻ മനസ്സിലാക്കുന്നത് കാന്തപുരം സുന്നികളുടെ സമ്മേളനത്തിൽ വെച്ച് പിണറായി വിജയൻ 1 മണിക്കൂർ കേരളത്തിൽ യാതൊരു വർഗീയ കലാപവും ഇല്ല, ഇവിടെ ഏറ്റവും സൗഹാർദ്ദപരമാണ് എന്ന് പറയുന്ന സംഭവത്തെ വി.ഡി. സതീശൻ 10 മിനിറ്റിലെ പ്രസംഗം കൊണ്ട് തല്ലി തകർത്തു. മാത്രമല്ല പിണറായി വിജയൻ ഈ പേര് പറയാതെ മുഖ്യൻ ഈ പറയുന്ന വർഗീയ വിഷം തുപ്പുന്ന ഈ വർഗീയവാദികളെയും കൊണ്ടിട്ട് കാറിൽ കൊണ്ടെടുക്കുകയാണ് എന്ന് പറയുന്ന പ്രസ്താവന നടത്തിയതാണ് പിണറായി വിജയന് ഏറ്റത്. പകരം അത് ഏറ്റത് സമുദായ നേതാക്കന്മാർക്കാണ്. അതായത് നമ്മുടെ സുകുമാരനായിരിക്കും, അതേപോലെ നമ്മുടെ വെള്ളാപ്പള്ളിക്കുമാണ്. കാരണം ഇന്നലെ അവർ നടത്തിയ പ്രസ്താവന കണ്ടു കഴിഞ്ഞാൽ അവർക്ക് നെഞ്ചത്ത് കുത്തിക്കേറി അവരെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു പി.ഡി. സതീശൻ. ഇതുകൊണ്ട് വി.ഡി. സതീശന് തിരിച്ചടിയാണോ അതല്ല ഗുണമാണോ? ഇവർ രണ്ടുപേരും കൂടെ അത്രയും ഏറ്റവും നല്ല പ്രബലമായ 2 സംഘടനകളാണ് എന്നാ പറയുന്നത്, NSSും SNDP. ഈ 2 സംഘടനകളും സംയുക്തമായിട്ട് അതിൻ്റെ ടോപ്പ് നേതാക്കന്മാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരും സതീശനെ പോലെ ഒരാളെ ആക്രമിക്കാൻ 10 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവാണ്, മന്ത്രി പോലും ആയിട്ടില്ല, ഒരു മന്ത്രി പോലും ആകാത്ത സതീശനെ ആക്രമിക്കാൻ രംഗത്ത് വന്നു എന്ന് പറഞ്ഞാൽ സതീശൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ശക്തനാണ്, കരുത്തനാണ്. ഇവർക്ക് ഭയമുണ്ട്. ആ ഭയമാണ് ഇപ്പോൾ സതീശൻ നാളെ വന്നാൽ ഇവരുടെ പ്രഷർ നടക്കുകയില്ല. ഇവർക്കിപ്പോൾ കേസുകൾ ഒതുക്കി കിട്ടുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് ഇവരുടെ സാമ്പത്തികമായ താല്പര്യങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാനോടെ സതീശനെ വളണബിളാക്കാൻ പറ്റില്ല. അല്ല, ഒരു കാര്യം കൂടി നമുക്ക് മനസ്സിലായി, പിണറായി നേരിട്ട് ഒറ്റ ദിവസം കൊണ്ട് 2 പേരെയും ഒരേ സമയത്ത് ഇറക്കി എന്നുള്ളതാണ്. ബ്ലാക്ക് മെയിലിംഗ്. അതെ, 2 പേരെയും കൂടെ ഇറക്കി. അതായത് പിണറായി വിജയൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ, അത് രേഖകളൊക്കെ കിടക്കുകയാണ്. അതായത് മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പിൻ്റെ സകല രേഖകളും പിണറായി വിജയൻ്റെ കൈവശം കിടക്കുകയാണ്. അതുപോലെ സുകുമാരൻ നായരുടെ മരുമകൻ്റെ ബാങ്കിൽ കൊടുത്ത വ്യാജരേഖകളുടെ എല്ലാ രേഖയും കിടക്കുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് സുകുമാരൻ നായരുടെ മരുമകൻ ആ തട്ടിപ്പ് വീരന് കോടികൾ കൊടുത്ത് പിണറായി വിജയൻ ഒരു സീറ്റ് കൊടുക്കാമെന്നുള്ള ധാരണ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ഇത് നമ്മൾ സാറ് പറഞ്ഞ 2 പേരുടെ പേര് മാത്രമല്ല, കൂട്ടത്തിൽ ഇടയ്ക്ക് നമ്മൾ ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ രാഷ്ട്രീയം സമർത്ഥമായിട്ട് ഉപയോഗിച്ച മറ്റൊരാളുണ്ട്, ജോസ് കെ മാണി. അത് ക്രിസ്ത്യാനിയാണ്. ക്രിസ്ത്യാനിയും നായരും ഈഴവനും ആയില്ലേ, പിന്നെ എന്നാ വേണ്ട. അപ്പോൾ ആ കാൽക്കുലേഷനാണ് ഇവർക്ക്. പക്ഷേ ഈ കാൽക്കുലേഷനാണ് കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ തോറ്റുപോയത്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പരിഹാസപരമായ വർഗീയ വിഷം കുത്തിവെച്ച് ആളുകളെ വേർതിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയത്തിന് അന്ത്യം കുറിച്ചതിൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് സജി ചെറിയാൻ വന്നത്. സജി ചെറിയാൻ്റെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ മുമ്പ് അദ്ദേഹത്തിനെതിരെ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയതിന് കേസെടുത്ത പോലെ ഇതിലും കേസ് വരാനാണ് സാധ്യത. 2 പേര് കേസ് കൊടുത്തിട്ടുണ്ട്. ഈ കേസൊക്കെ പോലീസിൽ ചെന്ന് അവസാനിക്കുക, കോടതിയിലേക്ക് എത്തുന്നില്ലല്ലോ. അല്ല, അന്വേഷണം നടത്തും, തുടരുന്നെന്ന് പറഞ്ഞ റിപ്പോർട്ടും കൊടുത്ത് അടുത്ത അസംബ്ലി ഇലക്ഷൻ വരെ ഇവർക്ക് രക്ഷപ്പെടാവുന്നേ. ഇനി വരാനിരിക്കുന്ന എല്ലാ പോലീസ് കേസുകളിൽ നിന്ന് ഇവരുടെ കാൽക്കുലേഷൻ അത്. ഇനി ഇപ്പം നമുക്ക് കേസുകൾ പോസ്റ്റ്പോൺ ചെയ്താൽ മാത്രം മതി. മുമ്പൊക്കെ CPM-ൽ ഇത്തരത്തിലുള്ള വർഗീയ വിദ്വേഷം പരത്തുന്ന ആളുകൾ കുറവായിരുന്നു. ഇപ്പം പിണറായി വിജയൻ്റെ വലങ്കൈ എന്ന് പറയുന്ന AK ബാലനും, അതേപോലെ ഈ പറയുന്ന വിജയരാഘവനും, പിന്നെ സജി ചെറിയാനും ഒക്കെയാണ്, ശിവൻകുട്ടി, ഇവരൊക്കെയാണ് വർഗീയത, പച്ചയ്ക്ക് വർഗീയത, വെള്ളത്തിന് തീപിടിക്കുന്ന രൂപത്തിലുള്ള പച്ച വർഗീയത പറഞ്ഞിട്ട് ജനങ്ങളെ വേർതിരിക്കുന്ന ഒരു ഇതിലേക്ക് പോകുന്നത്. CPM-ൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് എതിരെയാണിത്. MA ബേബി എന്നെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ വളരെ ആശങ്കാകുലനായിട്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല MV ഗോവിന്ദൻ ഈ സജി ചെറിയാനെ തള്ളിക്കളഞ്ഞു എന്നുള്ള കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം പിണറായി വിജയന് വേണ്ടി സജി ചെറിയാൻ ചാടി വീണ് ഇതാവുന്നത് കൃത്യമായി കാൽക്കുലേഷനോട് കൂടിയിട്ടാണ്. ഇതിനെ എങ്ങനെ ഇത് എന്തായി തീരും ശരിക്കും പാർട്ടിയിൽ? ശരിക്കും പാർട്ടിയിൽ കാണില്ല. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ പാർട്ടി കാണില്ല. ബംഗാളിലൊന്നും പോയാലൊന്നും അല്ല പോകാൻ പോകുന്നത്. ഇവിടെ കലാപം ഇല്ലാതെ വളരെ ശാന്തമായിട്ട് CPM-ൽ നിന്നും അവർ വല്ലതും തല്ലാനും കൊല്ലാനും ആദ്യമൊക്കെ നോക്കും, അതിനുശേഷം പോവുകയില്ല. പണ്ട് തന്നെ ഈ വർഗീയത ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇത്രയും പ്രകടമായിട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. NSSും SNDP അതുപോലെ സംഘടനകൾ നേരിട്ട് വന്നിട്ടില്ല. പണ്ട് ഇവർ എത്രയോ പരസ്യമായിട്ട് പ്രസംഗിച്ചു, കേരളം ഭരിക്കുന്ന 3 കൂവാന്ന് പറഞ്ഞില്ലേ. എന്തായാലും സുകുമാരൻ നായരും അതേപോലെ വെള്ളാപ്പള്ളിയും വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയിട്ടേ അടങ്ങൂ എന്നുള്ളതാണ് നമുക്കിതെന്ന് മനസ്സിലാക്കി. അത്രയും ശക്തനാക്കി മാറ്റിയിരിക്കുന്നു വി.ഡി. സതീശൻ ഒറ്റ ദിവസം കൊണ്ട്. ഈ വീടിൻ്റെ അനുഗ്രഹം 2 പേര് ഈ ഒറ്റ ദിവസം കൊണ്ട് വി.ഡി. സതീശനും അതേപോലെ സുകുമാരൻ നായരും ഇറങ്ങണമെങ്കിൽ വി.ഡി. സതീശൻ എത്രമാത്രം ശക്തനായി മാറിയിരിക്കുന്നു.
ആ ശക്തിയെ വീണ്ടും വളർത്തുകയാണ് ആര് ഇവർ രണ്ടുപേരും കൂടെ. മറ്റ് എന്തായാലും ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവരിപ്പം തന്നെ ആക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് സത്യം. മറ്റൊരു നിലയിലും കൂടെ ഇത് ഉപകാരം ചെയ്യുന്നുണ്ട്. ഇപ്പോഴും സമുദായ നേതാക്കന്മാരെ കാണുമ്പോൾ മുട്ടിടിക്കുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾക്കെങ്കിലും ഇതൊരു പാഠം കൂടെയാണ്. കാരണം അവരിപ്പോഴും മിണ്ടിയിട്ടില്ല, അതാ പറഞ്ഞ ആ മൗനം മിണ്ടിയിട്ടില്ല. അതേസമയത്ത് ഇയാൾ വി ഡി സതീശൻ പറഞ്ഞ എന്താ, ഏത് വർഗീയവാദികളെയും വർഗീയത്തെയും ഞാൻ എതിർക്കും എന്ന് പറഞ്ഞാൽ കേൾക്കേണ്ടത് കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നർത്ഥം. ഇയാൾ എതിർത്തല്ലേ വി.എം. സുധീരൻ അവിടെ നിന്നില്ല, പരസ്യമായിട്ടും ആലപ്പുഴ ജയിക്കുകയും ചെയ്തു, പ്രാവശ്യം അവരൻ്റെ ശല്യം കൊണ്ട് തൂക്കുകയും ചെയ്തു. ഇവിടെ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി സുകുമാരൻ നായർ പെരുന്നാളിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലും കേരള കോൺഗ്രസ് മാണിയെ അടുത്ത വർഷം ജയിച്ചിരുന്ന സ്ഥലം. ആ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി കോൺഗ്രസ് ഭൂരിപക്ഷം പിടിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ സുകുമാരൻ നായർക്ക് എന്ത് സാധനം ഉണ്ടെന്നാണ് ഇരിക്കുന്നത്. സുകുമാരൻ നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ചൊല്ലുണ്ട്, ഒരു ഓട്ടം തുള്ളലുണ്ട്, നായരുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള കലിപ്പ്. വീട്ടിന് വീട്ടിൽ മണ്ണ് നടന്നു. പണ്ടേ പോലെ നായരുടെ ശൗര്യം പണ്ടേ ഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതെ, നായരുടെ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. സുകുമാരൻ നായർ എന്ന് പറഞ്ഞാൽ ഓക്കെ, താങ്ക് യു.